ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്രോച്ചസ് ആർ ദ മെത്തേഡ് ഫോർ അനലൈസിംഗ് ദ കൺസെപ്റ്റ്. അപ്രോച്ചസ് ആർ ദ അനാലിസിസ് ഓഫ് എനി ഐഡിയ ഓർ സോഷ്യൽ ഫിനോമിന ബൈ ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ തിയറി ഓർ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം, ideology, government and its relations to the people, all these considerably influence in the origin and development of the human rights. There are mainly three approaches to the study of human rights. They are Western or liberal approach, Marxian or socialist approach, third world approach. ഒരാശയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അപഗ്രഥിക്കാനുള്ള മെത്തേഡാണ് സമീപനം അഥവാ അപ്രോച്ച്. മനുഷ്യൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകളും ചരിത്ര പശ്ചാത്തലവും സാമൂഹിക സാമ്പത്തിക നിലകളും മനുഷ്യൻ്റെ ചിന്തകളുമെല്ലാം മനുഷ്യാവകാശത്തിൻ്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. 3 തരത്തിലുള്ള സമീപനങ്ങളാണ് മനുഷ്യാവകാശ പഠനത്തിന് നിദാനമായിട്ടുള്ളത്. ഒന്ന്, വെസ്റ്റേൺ ഓർ ലിബറൽ അപ്രോച്ച്, പാശ്ചാത്യ സമീപനം. 2, മാർക്സിയൻ ഓർ സോഷ്യലിസ്റ്റ് അപ്രോച്ച്, മാർക്സിസം. 3, തേർഡ് വേൾഡ് അപ്രോച്ച്, അതായത് മനുഷ്യാവകാശങ്ങളോടുള്ള മൂന്നാം ലോക സമീപനം. വെസ്റ്റേൺ ഓർ ലിബറൽ അപ്രോച്ച്. The Western approach is also known as the liberal democratic approach. It is based on the idea of liberalism. The liberal approach is based on the natural law and natural rights view of human rights. Thomas Hobbes, John Locke, J.S. Mill were the ardent advocates of the liberal approach. The main principle of the liberal approach are the personal liberty, private property, private market, open competition. It laid emphasis for the creation of good society and state based on personal liberty. വെസ്റ്റേൺ ഓർ ലിബറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമങ്ങളും പ്രകൃതിയാലുള്ള അവകാശങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യാവകാശങ്ങളാണ് ലിബറൽ അപ്രോച്ചിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ജെ.എസ്. മിൽ എന്നിവർ ഈ സമീപനത്തിൻ്റെ വക്താക്കളായിരുന്നു. ഈ സമീപനത്തിലെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം, പൊതുമുതൽ, പൊതുവിപണി, തുറന്ന മത്സരം തുടങ്ങിയവയാണ്. നല്ലൊരു സമൂഹത്തെയും രാജ്യത്തെയും രൂപപ്പെടുത്തുന്നതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നല്ല പങ്കുണ്ട്. ഈ ലിബറൽ അപ്രോച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇൻഡിവിജ്വൽ ലിബർട്ടി. The civil rights are made by the state and implemented through the laws made by the state. Third one, those who are not ready to obey these laws shall be punished. Rights are person-centered and useful for creating a welfare state. It believes in an economic system where there is free trade, commerce and competition. It states that rights are static or not changes. Next, the liberal approach is against the important human right principle like economic equality and social justice. 8.1, every individual has the natural and inalienable rights. ഈ സമീപനത്തിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത് വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നു. വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള അവകാശങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. പിന്നെ സാമ്പത്തിക രംഗത്തിന് സഹായകമാകുന്നു. പിന്നെ അവകാശങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്, അതിനൊരു മാറ്റവും ഇല്ല. പിന്നെ ലിബറൽ അപ്രോച്ച് പ്രധാന മനുഷ്യാവകാശ തത്വങ്ങളായ സാമ്പത്തിക സമത്വത്തിനും സാമൂഹ്യ നീതിക്കും എതിരാണ്. പിന്നെ പ്രകൃതിയാലുള്ളതും മാറ്റാൻ കഴിയാത്തതുമായ അവകാശങ്ങൾ എല്ലാ വ്യക്തികൾക്കുമുണ്ട്. ഇത്രയാണ് ഈ വെസ്റ്റേൺ ഓർ ലിബറൽ അപ്രോച്ചിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത്. Second approach, Marxian or socialist approach. The Marxist approach of the human rights can be seen in the writings of Karl Marx, the Engels and Lenin. The Marxian approach gives more importance to the social rights than the individual rights.
It states that the personality development is possible only through the society. Therefore, more importance should be given to the social rights rather than the individual rights. Therefore, the duty of the state is to guarantee the civil and economic rights to its citizens. According to Marx, personal rights and personal liberty makes a man more selfish and exclude him from the society. Therefore, social rights should be given priority. മാർക്സിയൻ എന്ന സമീപനം കാണപ്പെടുന്നത് കാൾ മാർക്സ്, ഏംഗൽസ് ആൻഡ് ലെനിൻ എന്നിവരുടെ എഴുത്തുകളിലൂടെയാണ്. ഈ സമീപനം വ്യക്തിഗത അവകാശങ്ങളെക്കാൾ മുൻതൂക്കം നൽകുന്നത് സാമൂഹിക അവകാശങ്ങൾക്കാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനം സാധ്യമാകുന്നത് സമൂഹത്തിലൂടെയാണെന്ന് ഇതിൽ സമർത്ഥിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ കടമ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശവും സാമ്പത്തിക അവകാശവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. At the same time, it is the duty of the state to provide social welfare and development to the people. Capitalist will enjoy all the rights and majority working class is deprived of the rights and they are exploited. Therefore, only in a classless society the people can enjoy the rights in its full meaning. സോഷ്യലിസം എന്ന സാമൂഹിക അവസ്ഥയെ കൈവരിക്കാനുള്ള പ്രവർത്തന പദ്ധതിയാണ് പ്രവർത്തന പദ്ധതിയായിട്ട് മാർക്സിസത്തിനെ കണക്കാക്കാവുന്നതാണ്. മുതലാളിത്ത വ്യവസ്ഥയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് തൊഴിലാളി വർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാർക്സിസം എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് തൊഴിലാളികളാണ്. തേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് തേർഡ് വേൾഡ് അപ്രോച്ച്. The approach of the third world countries on human rights was not very different from the Western concept. But since most of the Afro-Asian Latin American countries were under colonial rule, there were human rights violations in that part of the world. The nationalist movement in all these countries were for the protection of their basic rights. Among the third world countries, India was the pioneer in the formulation of the concept of human rights. In India, a large section of people such as Harijans, Girijans and landless laborers have not only suffered economic exploitation but have been subjected to all sorts of exploitation. However, with the independence of the country, the framers of the constitution formulated programs for the welfare of those who were neglected. മനുഷ്യാവകാശങ്ങളോടുള്ള മൂന്നാം ലോക സമീപനം എന്നാണ് ഈ മൂന്നാമത്തെ അപ്രോച്ചിന് എൻ്റെ അർത്ഥം. പാശ്ചാത്യ സമീപനത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല മനുഷ്യാവകാശങ്ങളോടുള്ള മൂന്നാം ലോക സമീപനം. ഒട്ടുമിക്ക ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും കോളനി വ്യവസ്ഥയുടെ കീഴിലായിരുന്നത് മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ അടിസ്ഥാന അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ദേശീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യാവകാശം എന്ന ആശയം രൂപപ്പെടുന്നതിൽ ആദ്യ പരിശ്രമം നടത്തിയത് മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയിലാണെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇന്ത്യയിലെ ഹരിജനങ്ങൾ, ഗിരിജനങ്ങൾ, ഭൂരഹിതരായ തൊഴിലാളികൾ എന്നിവർക്ക് കഷ്ടത മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ചൂഷണവും നേരിടേണ്ടി വന്നിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഭരണഘടനയുടെ ചട്ടക്കൂടുകൾ രൂപപ്പെടുത്തിയ പദ്ധതികൾ അവഗണിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനായി ഉള്ള അവകാശങ്ങളായി മാറി. Classification of human rights.
Human rights are generally classified into first, second, and third generation rights. Human rights have evolved and developed as a reaction to oppressive institutions, policies, and practices of the rulers. These are the first generation rights. The second and third generation rights are concerned to be responses to the economic and political oppression that was the byproduct of colonialism and industrial capitalism. Carol was a former director of Human Rights and Peace Division of UNESCO, was the major proponent of the classification of rights into three generations. He stated that civil and political rights constitute the first generation rights, social, economic and cultural rights constitutes the second generation rights. Third generation rights include the right to self-determination, right to development, right to participate in and benefit from the common heritage of mankind. In short, we can say that the first generation rights are related to liberty, second generation rights to equality, and third generation rights are related to fraternity. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്തത് ക്ലാസിഫൈ ചെയ്യാമെന്ന നിർദ്ദേശം കൊണ്ടുവന്നത് യുനെസ്കോയിലെ ഫോമർ ഡയറക്ടറായിരുന്ന കാരൽ ബാസക് എന്ന് പറയുന്ന ആളാണ്. അടിച്ചമർത്തൽ സ്ഥാപനങ്ങൾക്കും നയങ്ങൾക്കും ഭരണാധികാരികളുടെ പ്രവർത്തികൾക്കുമെതിരെ പ്രതികരിക്കുവാൻ വികസിപ്പിച്ചെടുത്താണ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ്. സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കോളനി വ്യവസ്ഥയുടെയും വ്യവസായ മുതലാളിത്തത്തിൻ്റെയും ഉപോൽപ്പന്നമായ സാമ്പത്തിക, രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശമാണ്. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് എന്നത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതും സെക്കൻഡ് ജനറേഷൻ റൈറ്റ് സമത്വവുമായി ബന്ധപ്പെട്ടതും തേർഡ് ജനറേഷൻ റൈറ്റ് എന്നത് സാഹോദര്യവുമായി ബന്ധപ്പെട്ടതുമാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ്, ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് റൈറ്റ്സ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വ്യക്തിപരമായതും രാഷ്ട്രീയമായ അവകാശങ്ങളിൽ പെടുന്നു. അത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എക്സെട്ര. ഇനി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സിനകത്ത് സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക അവകാശങ്ങൾ, അതായത് റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ഫുഡ് ആൻഡ് ഹൗസിംഗ് എക്സെട്ര. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ആഹാരത്തിനും വസിക്കുന്നതിനുമുള്ള അവകാശം. ഇനി ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് റൈറ്റ്സിനകത്ത് വരുന്നത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, എൻവിയോൺമെൻറ്റ് റിലേറ്റഡ് റൈറ്റ്സ്, സോളിഡാരിറ്റി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുടെ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ, വികാരപരമായ അവകാശങ്ങൾ തുടങ്ങിയവയാണ്. ഇനി സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ദി ഇൻ്റർനാഷണൽ കൺവീനൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്. അതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ പോലെ മനുഷ്യാവകാശ ബില്ലിലെ 2 ഉടമ്പടികളാണ് ICCPR, അതായത് ഇൻ്റർനാഷണൽ കൺവീനൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്. അതും പിന്നെ നെക്സ്റ്റ് ദ ഇൻ്റർനാഷണൽ കൺവീനൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, അതിനെ ICESCR എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് വരുന്ന ICCPRനെ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് എന്നും രണ്ടാമത്തെ ഇൻ്റർനാഷണൽ കൺവീനൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെ സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് എന്നും പറയാം. കളക്റ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ റൈറ്റ് ആയിട്ട് പറയുന്നു. അതായത് ലൂയിസ് ബി സോൺ has argued that individuals are also members of such units, groups or communities as a family, religious community, social club, trade union, professional associations, racial group, people,
നേഷൻ ആൻഡ് സ്റ്റേറ്റ്. ഇത്രയാണ് കളക്റ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ അസോസിയേഷനും പിന്നെ സോഷ്യൽ ക്ലബ്ബ്, ട്രേഡ് യൂണിയന്, അതുപോലെ തന്നെ പൗരന്മാർ, ജനങ്ങൾ, ഒരു രാജ്യം, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഒരു കളക്റ്റീവ് ഗ്രൂപ്പാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് വരുന്നത്. അതിനെ നമുക്ക് കളക്റ്റീവ് റൈറ്റ്സ്, അവർക്കുള്ള അവകാശങ്ങൾ നമുക്ക് കളക്റ്റീവ് റൈറ്റ്സ് എന്നും പറയാം. അതിനെ തേർഡ് ജനറേഷൻ റൈറ്റ് എന്നാണ് പറയുന്നത്. ഈ തേർഡ് ജനറേഷൻ റൈറ്റിനകത്ത് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, റൈറ്റ് ടു പീസ്, അതായത് സ്വയം നിർണയത്തിനുള്ള അവകാശം, വികസനത്തിനുള്ള അവകാശം, സമാധാനത്തിനുള്ള അവകാശം എന്നിവയാണ് തേർഡ് ജനറേഷൻ റൈറ്റ്സിനകത്ത് പറയുന്നത്. പിന്നെ ഈ യൂണിറ്റിനകത്ത് പ്രധാനപ്പെട്ടത് 3 അപ്രോച്ചസിനെ കുറിച്ച് പറയാം. അത് പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അത് പഠിച്ചു വെക്കുവാണ് നമുക്ക് ഈ ഏത് അപ്രോച്ച്, ഇപ്പോൾ വെസ്റ്റേൺ അപ്രോച്ചാണോ മാക്സിൻ അപ്രോച്ചാണോ ഏതിനെക്കുറിച്ച് ചോദിച്ചാലും നമുക്ക് അത് 2 മാർക്സിനൊക്കെ എഴുതാൻ പറ്റും. പിന്നെ ഈ ക്ലാസിഫിക്കേഷൻ, അത് രണ്ടുമാണ് ഈ യൂണിറ്റിനകത്ത് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്.